ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് തൊട്ട് പുതിയൊരു അധ്യായം കൂടി തുറക്കുകയാണ്. നമ്മുടെ സാന്ത്വനത്തിൻ്റെ 2ാം ഭാഗം എത്തിയിരിക്കുകയാണ്. ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി, അതായത് ബാലൻ്റെ ഭാര്യ, വീടിൻ്റെ മുറ്റത്ത് കോലം വരയ്ക്കുന്നു. കോലം വരച്ച് കുറച്ചങ്ങ് മാറി സ്വന്തം തറവാട്ടിലേക്ക് നോക്കുമ്പോൾ അവർ ഗോമതി വരച്ചതിനേക്കാളും വലിയ കോലം വരച്ചിട്ടിരിക്കുന്നു. അത് കണ്ട് സഹിക്കാനാകാതെ സ്വന്തം മുറ്റത്ത് വലുത് വേണമെന്നും പറഞ്ഞ്, ദേവമംഗലം എന്നാണ് വീട്ടുപേര്, അപ്പോൾ ദേവമംഗലംകാരെ തോൽപ്പിക്കാനാവില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ വന്ന് അതിന് ഒരു റൗണ്ടൊക്കെ വരച്ച് കുറച്ചുകൂടി വലിയ കോലമാക്കുന്നു. അങ്ങനെ കോലം വരച്ചുകൊണ്ടിരിക്കുന്ന ഗോമതി സന്തോഷത്തോടെ പിന്നീട് സ്വന്തം വീട്ടിലേക്ക്, അതായത് തറവാട് വീട്, ഇവരുടെ ശത്രു വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാലേട്ടൻ പുറത്തു പോയിട്ട് വരുന്നത്. ബാലേട്ടൻ വന്ന് ഗോമതി അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടതോടുകൂടി ഗോമതിയെ ഇട്ടിട്ട് പൊരിക്കുവാണ്. നീ ആരെ നോക്കിക്കൊണ്ട് നിൽക്കുക? അപ്പം ഞാൻ പച്ചക്കറിക്കാരനെ നോക്കി നിൽക്കുമെന്ന് നോക്കും. പച്ചക്കറിക്കാരൻ അവിടെയാണോ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചായ ഇടടിയെന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പത്രക്കാരൻ വന്ന് ഇവർക്ക് പത്രം ഇട്ടിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പത്രം ഇടാൻ പോയപ്പോഴേക്കും അത് ബാലേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ബാലേട്ടൻ എടോ എന്നും പറഞ്ഞ് വിളിച്ചപ്പം ഞാൻ പത്രം ഇട്ടിട്ട് വരാമെന്നും പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ അങ്ങ് പോവുമല്ല. പിന്നാലെ ചെന്ന് ഇയാളുടെ പത്രം കൊണ്ടുവരുന്ന സൈക്കിൾ ചവിട്ടി വീഴ്ത്തി. എന്നിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്താണോടാ നിൻ്റെ സൈക്കിൾ വയ്ക്കുന്നത്, നിൻ്റെ ഒരു സൈക്കിളെന്നും പറഞ്ഞ് അയാളെ അവിടെ നിന്ന് കയറിയും പറഞ്ഞ് ഓടിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറിച്ചില്ല. അപ്പോഴേക്കും മക്കളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വരുവാണ്. അച്ഛൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അച്ഛൻ കയറി വന്നപ്പോഴേക്കും ഒരാൾ കുളിച്ച് ഓഫീസിൽ പോകാൻ നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു മകൻ കുളിച്ചിട്ട് വരുന്നു. മകൾ കുളിക്കാതെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ മകളോട് അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടന്മാർ കുളിച്ചിട്ട് വന്നാൽ തോർത്തെടുത്ത് കൊച്ച് തലവഴി ഇങ്ങനെ കെട്ടിവെച്ചു. ഇത് മതി അച്ഛനെ പറ്റിക്കാനെന്നും പറഞ്ഞു. ഗോമതി പറഞ്ഞു അച്ഛനെ പറ്റിക്കാൻ നോക്കണ്ടെന്ന്. അപ്പോഴേക്കും നമ്മുടെ ആകാശമോൻ, ഏറ്റവും മൂത്ത മകൻ, ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ നീ മാത്രമേ അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കാറുള്ളൂ എന്ന് ഗോമതി പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. പിന്നെ ഇവർ തമ്മിൽ സംസാരങ്ങളും, അതുപോലെ അച്ഛൻ ഉഴുന്നുവട മേടിച്ചുകൊണ്ട് വന്നു മകളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അനു അത് മേടിച്ച് കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് ഇത് ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്ന ശീലം നിർത്തണമെന്നുള്ള കാര്യം ഗോമതി പറയുമ്പോൾ, ഇത് ആകാശ് മോന് 2 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ മേടിക്കാൻ തുടങ്ങിയതാണ്. നീ എത്രയോ തവണ എന്നെ വഴക്ക് പറഞ്ഞു, ഞാനത് മേടിയിട്ട് നിർത്തിയോ? ഇതൊരു ശീലമാണ്, ഇത് നിർത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല. ആ സമയത്താണ് ധർമ്മജൻ എന്ന നമ്മുടെ ഗോമതിയുടെ അനുജനും ഇളയ മകനെയും കാണാതെ വരുന്നത്. അവരെന്തെന്ന് ചോദിച്ചപ്പോൾ അവർ കുളിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഉറപ്പ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടുമെന്ന് പേടിച്ച് ഞാൻ പോയി വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അകത്തേക്ക് ചെല്ലുന്നു. അവരെ വിളിക്കുന്നു. ധർമ്മജൻ എഴുന്നേറ്റു. അളിയൻ വന്നെന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പേടിച്ച് വിറച്ച് എഴുന്നേറ്റു. പക്ഷെ ഒരു മകൻ എഴുന്നേൽക്കുന്നില്ല. പിന്നെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ബാലേട്ടൻ റൂമിലേക്ക് കയറി വരുന്നു. ബാലേട്ടൻ റൂമിലേക്ക് കയറി വന്ന നേരത്തിനാണെന്നുണ്ടെങ്കിൽ ധർമ്മജൻ ഇത് കണ്ടു. പിന്നെ ബാലേട്ടനെ പുകഴ്ത്താനിട്ട് തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പം അയ്യോ ബാലേട്ടൻ എപ്പോൾ വന്നു എന്ന് ധർമ്മജൻ ചോദിച്ചു. ഇതാണോടി ഇവർ കുളിക്കുകയാണെന്ന് നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഗോമതിയോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. കേട്ടോ, ഒന്നും സംഭവിച്ചില്ലല്ലോ, നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല, അളിയൻ പാവം പുറത്തേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മജൻ അവിടെ തന്നെ അങ്ങനെ കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളമായിട്ട് നമ്മുടെ ബാലേട്ടൻ വന്ന് ആ വെള്ളം മകൻ്റെയും ധർമ്മജൻ്റെയും ദേഹത്തേക്ക് കോരി അങ്ങ് ഒഴിച്ചു. ചാടി അങ്ങ് എഴുന്നേറ്റു. പിന്നെ ധർമ്മജനെയും അതുപോലെ തന്നെ മകനെയും അവിടെ ഇട്ട് പൊരിക്കുവാണ് നമ്മുടെ ബാലേട്ടൻ. അപ്പോൾ ഗോമതി പറയുന്നുണ്ട് വേണ്ട അങ്ങനൊന്നും വേണ്ട, അവനിങ്ങനെ ശാസിക്കല്ലേ, അവന് നല്ല വഴി പറഞ്ഞു കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഇവനെ കോളേജിൽ വിട്ടതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നും മറ്റുള്ളവരെ പോലെ കടയിൽ നിർത്തിയിരുന്നെന്നുണ്ടെങ്കിൽ ഇവന് കുറച്ചുകൂടി മര്യാദയായേനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാലേട്ടൻ ഇങ്ങനെ പറയും. അപ്പോൾ ഇവർക്കൊരു തടിയുടെയൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുടുംബ പശ്ചാത്തലം മൊത്തത്തിൽ ഒറ്റയടിക്കങ്ങ് പറഞ്ഞങ്ങ് തീർത്തു തന്നു. അങ്ങനെ ഇവരെ 2 പേരെയും ബാലേട്ടൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഗോമതിക്ക് ഭയങ്കര സങ്കടം. അതുപോലെ തന്നെ ഇളയ മകനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുമില്ല. അത് കഴിഞ്ഞ് ആര്യൻ കുളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പോൾ മക്കൾ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ അങ്ങനെ നിൽക്കുന്നു. അവരെല്ലാവരും ആര്യനെ കണ്ട് കളിയാക്കി. അപ്പോൾ ഇതെന്താണ് നീ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഇപ്പോൾ എന്നെ കളിയാക്കണ്ട, നിങ്ങളുടെ അച്ഛൻ എന്നെ കുളിപ്പിച്ച് വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മയും അച്ഛനും കൂടെ ഇറങ്ങി വന്നു. എന്താടാന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ തന്നെയല്ലേ എന്നെ ഇങ്ങനെ ആക്കിയെന്ന് ആര്യൻ ചോദിക്കുക. അപ്പോൾ ആര്യനെ അടിക്കാനായിട്ട് ഓങ്ങി ബാലൻ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി കയറി തടഞ്ഞു. പിന്നെ അവരെല്ലാവരും നിങ്ങൾ എന്ത് നോക്കി നിൽക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവരെയും കൂടെ ആര്യൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു വിട്ടു. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതി നടന്ന് നീങ്ങിയപ്പോൾ ഗോമതി തെന്നി വീഴാൻ പോയി. പെട്ടെന്ന് ആര്യനോട് വീണ്ടും ചൂടായി. നീ ഇവിടെ വെള്ളം ഒഴിച്ചത് കൊണ്ടല്ലേ അമ്മ വീഴാൻ പോയതെന്ന് ചോദിച്ചു.
അപ്പോൾ അച്ഛനല്ലേ ഞാനിങ്ങനെ നനയാൻ കാരണമെന്ന് ആര്യനും ചോദിച്ചു. പിന്നെ നമ്മുടെ ഗോമതി പറഞ്ഞു, നീ ഇങ്ങനെ അച്ഛനോട് തർക്കിച്ച് നിൽക്കാതെ പോയി കുളിക്കാൻ നോക്കാൻ പറഞ്ഞ് മകനെ പറഞ്ഞു വിടുക. അത് കഴിഞ്ഞ് നീ പേടിച്ചു പോയോ എന്ന് മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഗോമതിയോട് നമ്മുടെ ബാലൻ ചോദിച്ചപ്പോൾ ബാലേട്ടൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗോമതി. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം കൃഷ്ണമംഗലത്തെ ഇവരുടെ എല്ലാവരുടെയും തറവാട്ടമ്മയായ അമ്മ സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഇവരുടെ വഴക്കിനെക്കുറിച്ചും പരാതികളെക്കുറിച്ചും ഒക്കെ പറയും. എന്നീ വഴക്കൊക്കെ തീരും, ഇതൊന്നും കാണാൻ ചേട്ടൻ ഇല്ലാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ അതെല്ലാം ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് അമ്മയും അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മകൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ അമ്മ ചോറുമായിട്ട് വന്നു. ഗോമതി കൊണ്ടുവന്ന ചോറും പൊതി തുറന്നു നോക്കി, നീ എന്താ ഇവന് ഇത്രയും ചോറ് കൊടുക്കുന്നത്, ഇവന് ഇത്രയും കുറച്ചാണോ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ബാലേട്ടൻ ചോദിച്ചു. അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. ആനന്ദ് വന്ന് നിന്നപ്പം, നീ എന്താടാ കിളിക്കുഞ്ഞിന് കൊടുക്കുന്നത്ര പോലും കഴിക്കുന്നില്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു. എനിക്കിത് മതി അച്ഛാ, തടി കൂടുന്നത് കൊണ്ട് ഞാൻ ഇത്രയ്ക്കൊക്കെ അങ്ങ് ഒഴിവാക്കി, ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാധാരണ എല്ലാ മക്കളെയും അമ്മമാരാണ് കുത്തിത്തിരികെ കഴിപ്പിക്കുക, ഇവിടെ നേരെ തിരിച്ചാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം പറയാം. അതിനും ഗോമതിക്ക് കുറ്റം, കുറച്ച് ഭക്ഷണം എടുത്ത് വെക്കേ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു വിട്ടു അമ്മയെ. അപ്പോൾ മകൻ അച്ഛനോട് ചോദിച്ചു, ഞങ്ങളിപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് അച്ഛൻ്റെ വിചാരമെന്ന്. നിങ്ങൾ എത്ര വളർന്നു വലുതായാലും അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ നിങ്ങൾ എന്നും ചെറുപ്പമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവരെന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുക. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ ആര്യൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് അവരവരുടേതായ ജോലികൾക്ക് പോയി. ഇത് കഴിഞ്ഞ് കൃഷ്ണമംഗലത്ത് ഒരു കൂട്ടർ വരുന്നു, അവിടുത്തെ പെൺകുട്ടിയെ പെണ്ണ് കാണാനായിട്ട്. പെണ്ണ് കാണാൻ വരുന്നു. പിന്നെ നമ്മുടെ ബാലൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നു. അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണോ വീടെന്ന് ചോദിച്ചപ്പോൾ ഇത് ബാലൻ്റെ വീടാണെന്നും അതാണ് ആ തറവാടെന്നും പറഞ്ഞു. അങ്ങനെ ആ വീട്ടിലേക്ക് പോവുകയാണ്. കൃഷ്ണമംഗലത്തിൻ്റെ വലിപ്പം കാണിക്കാനാണ് വണ്ടി ഇവിടെ നിർത്തിച്ചതെന്നൊക്കെ ബ്രോക്കർ പറയാട്ടോ. എന്നിട്ട് അകത്ത് അവരുടെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നു. അതിനുശേഷം പെൺകുട്ടിയെ കാണുന്നു. പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വന്നതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ പെൺകുട്ടി നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഇവരിത് ഈ സംസാരവും കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചു. പെണ്ണിനെ കണ്ടു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും അവിടുത്തെ മെയിൻ ആൾക്കാർ വരുന്നു. മെയിൻ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര ഇതായിട്ടാണ് കയറി വന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവരെ കണ്ടു. അയ്യോ നിങ്ങൾ വന്നായിരുന്നോ, വണ്ടിയൊന്നും കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ വന്നില്ലെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വണ്ടി ഞങ്ങൾ അവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ ബാലൻ്റെ മുറ്റത്താണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർക്ക് പേടിയായി, പ്രശ്നമാവുന്നവർക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ എന്തായാലും ഇവർ കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ പൈപ്പിൽ വെള്ളമില്ല. പൈപ്പ് ഫ്രണ്ടിൽ പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുക. ഇവരുടെ കാറ് തട്ടി വെള്ളം പൈപ്പിൽ കൂടെ മുഴുവൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആര്യൻ എന്നിട്ട് ബാത്റൂമിൽ കിടന്ന് ഇങ്ങനെ വലിയ വായിൽ വിളിക്കണം, അമ്മ വെള്ളമില്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഇവൻ ഇത് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ച് അച്ഛൻ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ബാലൻ എന്താ അവൻ എന്തെങ്കിലും കാര്യം കാണുമെന്ന് ഗോമതി പറയുന്നിട്ട് ഇവർ ചെന്നപ്പോഴേക്കും ആര്യൻ ഇറങ്ങി വന്നിട്ട് അതെന്താ ബാത്റൂമിൽ വെള്ളമില്ല, പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അയ്യോ ഞാൻ ഒരു ടാങ്ക് വെള്ളം അടിച്ചിട്ടാണല്ലോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. നീ എന്തിനാ പുറത്തെ ബാത്റൂമിൽ പോയെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ കോർപ്പറേഷനിലെ വെള്ളം വരുന്നില്ലേ എന്ന് മകൻ ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നെ വെള്ളം വരാത്തതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഞാൻ പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇറങ്ങി ചെല്ലുന്നു. ബാലൻ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നതാണ്. പൈപ്പ് പൊട്ടി വെള്ളം പോകുന്ന കണ്ടപ്പോൾ ഗോമതി എന്ന് പറഞ്ഞുകൊണ്ടൊരു വിളി. ഗോമതി ഓടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വെള്ളം പോവുകയാണ്. അപ്പോഴേക്കും മക്കളെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു ഇത് അവരുടെ പണിയാണ്, മനഃപൂർവ്വം. അപ്പോൾ ഈ കാർ ആരുടെയാണെന്ന് ബാലൻ ചോദിച്ചപ്പോൾ ഇത് അപ്പുറം വന്നതാ, കൃഷ്ണമംഗലത്ത് വന്നതാണെന്ന് തോന്നുന്നു, ഇത് നമുക്കിട്ട് പണി തരാൻ വേണ്ടി കൃഷ്ണമംഗലംകാർ കാണിച്ചു വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ പെണ്ണ് കാണാൻ വന്ന ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നു. ഇവരോട് ചെന്ന് നമ്മുടെ ബാലൻ ചോദിക്കുകയാണ്, നിങ്ങളെ മനഃപൂർവ്വം കൃഷ്ണമംഗലംകാർ പറഞ്ഞു വിട്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആരുടെയും വെള്ളം കൂടി കുട്ടിക്കാനൊന്നും വന്നതൊന്നുമല്ല, ഞങ്ങളവിടുത്തെ പെൺകുട്ടിയെ പെണ്ണ് കാണാനായിട്ട് വന്നതാണ്, അതിനുശേഷം ഞങ്ങൾ പോവാണ് എന്നുള്ള കാര്യം നിങ്ങൾ നുണ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെയായി. അപ്പോൾ അകത്തെ ഈ ശബ്ദം കൃഷ്ണമംഗലംകാർ കേട്ടു. കൃഷ്ണമംഗലംകാർ കേട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു. ആ ബാലൻ്റെ അഹങ്കാരം തീർക്കണം, അവനെ തീർത്ത് കളയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെ ബാലൻ എന്തെങ്കിലും സംഭവിച്ചാൽ കരയേണ്ടി വരുന്നത് നമ്മുടെ ഗോമതിയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിന് അവളിതല്ല ഇതിൻ്റെ അപ്പുറം അനുഭവിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ആങ്ങളമാരെ ദേഷ്യപ്പെടുന്നു. പിന്നെ അപ്പോഴേക്കും അവർ കൊച്ച അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ പെൺകൊച്ചുങ്ങളൊക്കെ ഇറങ്ങി വരുന്നു. പിന്നെ ഇവരിറങ്ങി ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും, ഉന്തും തല്ലും പിടിയും വലിയും ഇതൊക്കെ നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി മനഃപൂർവ്വം അവർ ചെയ്യുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമംഗലത്തുള്ളവർ പറയുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും കാര്യങ്ങളും അടിയും പിടിയും വഴക്കും ഒക്കെ. പക്ഷേ ഒരു സാമാന്യമായ ആൾക്കാരല്ല ആ രണ്ട് വീടുകളിലുമുള്ളത്. ഈ വീട്ടിൽ മറ്റുള്ളവരെല്ലാവരും പാവങ്ങളാണെങ്കിലും ബാലൻ
ആകെ വല്ലാത്തൊരു ജന്മമായി തന്നെയാണ് കാണിക്കുന്നത്. എല്ലാത്തിനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും എല്ലാത്തിനോടും ഭയങ്കരമായിട്ട് ഇങ്ങനെ പെരുമാറുകയും അതുപോലെ ഇവരോട് ഭയങ്കര മൂത്ത രീതിയിലാണ് നമ്മുടെ ബാലൻ്റെ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സാന്ത്വനം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്താണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.